രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കത്തിക്കേറുകയാണ് ഷാജി പാപ്പനും കൂട്ടരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധനം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട്, 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയസൂരി കേന്ദ്ര കഥാപാത്രയ്ക്ക് മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നത് ആട് 3 എന്ന് പറയുന്ന സിനിമ. ഇതിനോടൊപ്പം തന്നെ സകല റെക്കോർഡും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന് ശനിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷനോട് മാത്രം 3.5 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 40 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന മാക്സിമം കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 12 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ രണ്ടാം ദിനം സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 40 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട്. വീക്കെൻഡിൽ തന്നെ 50 കോടി പിന്നിടുന്ന ചിത്രം അതിവേഗത്തിൽ തന്നെ 100 കോടി കടക്കും. എന്തൊക്കെയാണ് വരാൻ പോകുന്ന അവധി ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷാജി പാപ്പനും കൂട്ടരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ തുകകൾ തന്നെ ഷാജി പാപ്പനും കൂട്ടർക്കും കണ്ടെത്താൻ സാധിക്കുമ്പോൾ പല റെക്കോർഡുകളും തകരും. ഇതിനോടെ തന്നെ മമ്മൂട്ടിയുടെ ആദ്യദിന കളക്ഷൻ, ടർബോയുടെ ആദ്യദിന കളക്ഷനും തുടരും സിനിമയുടെ ആദ്യദിന കളക്ഷനും ഷാജി പാപ്പൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കാത്തിരിക്കുക ഷാജി പാപ്പിന് ഇനി ഏതൊക്കെ റെക്കോർഡുകൾ തകർക്കാൻ സാധിക്കുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഷാജി പാപ്പിന്റെ കൂട്ടരുടെ 3-ാം വരവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ആട് 3യുടെ വരും ദിവസങ്ങളിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.